സോ ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ നമ്മുടെ കൂടെ ഉള്ളത് റോയൽ എൻഫീൽഡിന്റെ തന്നെ ഒരു പുലിക്കുട്ടൻ എന്ന് തന്നെ വേണേൽ പറയാം. കാരണം ഹിമാലയന്റെ എഞ്ചിനൊക്കെ വെച്ച് ഇറക്കിയ ഒരു കിടിലൻ വണ്ടി എന്ന് തന്നെ വേണേൽ പറയാം. ഞാൻ വണ്ടി അറൗണ്ട് കുറച്ച് നേരം ഓടിച്ചു, പൊളിയാണ് ഗൈസ്. സീരിയസ് പറയുകയാണെങ്കിൽ ഞാൻ ഹിമാലയനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഗൊറില്ല ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുവാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ചും കൂടെ ആപ്റ്റായിട്ട് തോന്നിയ വണ്ടി ഇതാണ്. കാരണം കുറച്ച് വെയിറ്റ് കുറവാണ് ഗൊറില്ല ഹിമാലയം വെച്ച് നോക്കുക. കുറച്ചും കൂടെ തിരിച്ച് വളച്ച് ഓടിച്ചൊക്കെ എടുക്കാനും ഇടക്കൂടെ കയറ്റാനൊക്കെ ആൾ നൈസാണ്. അത് തന്നെ ഓടിക്കാൻ നല്ല രസമുണ്ട്. ഓവറോൾ വണ്ടി ഈസ് ഓക്കെ. എക്സോസ്റ്റ് നോക്കുകയാണെങ്കിൽ പോലും നല്ലൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല സൈസ് ഉള്ളൊരു ടയേഴ്സ്, പിന്നെ കുറച്ച് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ നല്ലൊരു ഹെഡ്ലൈറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ റോയൽ എൻഫീൽഡിന്റെ വണ്ടിയാണെന്ന് പറയാൻ പറ്റില്ല, അത്തരത്തിലേക്ക് വണ്ടി അങ്ങ് മാറ്റിക്കളഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയണം. പിന്നെ ഇവിടെ 4 ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റ്, ഇഗ്നീഷൻ, എൻജിൻ ഓൺ, അത് മോഡ് മാറ്റാനുള്ളത്. പിന്നെ ഫ്യൂവൽ ടാങ്ക്. പിന്നെ ഫ്യൂവൽ ടാങ്കിന്റെ കാര്യത്തിലേക്ക് ഇറക്കുന്ന ഒരു കാര്യം പറയാം. ആ ഒരു സൈഡിലേക്ക് പ്ലേസ് ചെയ്തിട്ടാണ് ഒരു ടാങ്ക് ഇരിക്കുന്നത്. സോ നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മുടെ പാസ് ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ, ജോയ്സ്റ്റിക്ക്, ഹോണ്, ക്ലച്ച്, പിന്നെ മിററിന്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഓടിക്കുമ്പോൾ പറയാം, എന്നാലും ഇപ്പോൾ ഒന്ന് പറയാൻ നല്ല രീതിയിൽ വൈബ്രേഷൻ ഉണ്ട്. ഹൈ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ മിറർ കുറച്ച് സൈഡിലേക്ക് മാറിപ്പോകുന്നുണ്ട്. സീറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല കംഫർട്ട് ഉള്ള ഒരു സീറ്റ്സ്, നല്ല കുഷനിങ് ഉള്ള സീറ്റ്സ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമ്മുടെ സ്റ്റാൻഡ്, ഗിയർ ആണെങ്കിലും ഓക്കെയാണ്. ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ഹിമാലയനി കണ്ട പോലത്തെ തന്നെ ഉള്ള സെയിം ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. എക്സോസ്റ്റ് നോട്ട് നമുക്ക് കേൾക്കാം. പിന്നെ ഹീറ്റ് അങ്ങനൊന്നും എനിക്ക് എൻജിൻ വൈസ് തോന്നി, പക്ഷെ എനിക്ക് ഹിമാലയൻ ഓടിയ സമയത്ത് നല്ല ഹീറ്റ് എനിക്ക് എൻജിൻ സൈഡിൽ നിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് വണ്ടി റിവ്യൂ തന്നിട്ടുള്ളത് സെന്റ് മേരീസ് മോട്ടോഴ്സ്, നമ്മുടെ തിരുവല്ലയിലെ സെന്റ് മേരീസ് റോയൽ എൻഫീൽഡ് ആണ് നമുക്ക് വണ്ടി തന്നിട്ടുള്ളത്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് രണ്ടാമത്തെ വട്ടമാണ് നമുക്ക് ഗൊറില്ല വരുന്നത്. കാരണം ഒന്നാമത്തെ വട്ടം ഞാൻ പോയി വീഡിയോ എടുത്തു, പക്ഷെ അത് എൻ്റെ മിസ്റ്റേക്ക് കാരണം ഓഡിയോ കിട്ടിയില്ല. സോ നമുക്ക് പിന്നെയും അവർ വണ്ടി തന്നിരിക്കുകയാണ്. താങ്ക്സ് ഫോർ ദാറ്റ്. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി പ്രൈസും കാര്യങ്ങളും അതും ഇതുമെല്ലാം ചോദിക്കാം. പിന്നെ നമ്മുടെ റിംസി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കളർ ടൈപ്പ്, നമ്മുടെ ആ ഒരു വണ്ടിയുടെ കളറിലേക്ക് തന്നെ ഒരു ചെറിയ സ്റ്റിക്കറിങ് ടൈപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് കളർ ഇങ്ങനെയാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എക്സോസ്റ്റ് പൈപ്പിന്റെ. സോ എനിവേസ്, ഇത്രയൊക്കെയാണ്. ടയേഴ്സ്, ബാക്ക് ടയേഴ്സും നല്ല സൈസ് ഉള്ള ഒരു ബാക്ക് ടയേഴ്സ് തന്നെയാണ്. ഗ്രാബ് റെയിലുണ്ട് ഇവിടെ. പിന്നെ ടെയിൽ അങ്ങനെ അധികം ചളകുളമാക്കിയിട്ടില്ല. സോ ഗൈസ്, നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. പട്ടികളുണ്ട്, അതുകൊണ്ട് എനിക്ക് എക്സോസ്റ്റ് കാണിക്കാൻ ചെറിയൊരു പേടി. നമുക്ക് അങ്ങോട്ട് മാറിയിട്ട് എക്സോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജോയ്സ്റ്റിക്ക് ഫെയിലിയർ ആണെന്നാണ് കാണിക്കുന്നത്. ഇല്ല, ജോയ്സ്റ്റിക്കിൻ്റെ ആവശ്യം എനിക്കില്ല ഇപ്പോൾ. ഗൈസ്, നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. സോ ആ ഒരു ഓഫ് റോഡ് വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ POV ആയിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് കാണാൻ താല്പര്യമുള്ളവർ ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എവിടെയെങ്കിലുമൊക്കെ കാണും. സോ ആ POV വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. ഓക്കെ, സോ നമുക്കിനി ഒന്ന് സംസാരിച്ചുകൊണ്ട് പോകാം. സീറ്റിന്റെ വൈസ് കംഫർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നല്ല കംഫർട്ട് വരുന്നുണ്ട്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹാൻഡിൽ വൈസിന്റെ കാര്യം പറയുകയാണെങ്കിലും ഈ ഒരു ഗ്രിപ്പൊക്കെ നല്ല രീതിയിലുണ്ട്, അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ കുറെ ഓഫ് റോഡ് നോക്കുക. ഓക്കെ, ആ ഒരു ചാട്ടം ഒന്നും വലുതായിട്ട് ഫീൽ ആവുന്നില്ലെങ്കിൽ പോലും വണ്ടി ഓക്കെ ആണ് എന്ന് തന്നെ വേണേൽ പറയാം. ഓക്കെ, പിന്നെ കഴിച്ച് എന്തെങ്കിലും പറയുന്നത് തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം നമ്മൾ എല്ലാം ഒന്ന് പഠിച്ച്, മീൻസ് നമ്മൾ ഇങ്ങനത്തെ റിവ്യൂ വീഡിയോസ് ആണെങ്കിലും മോട്ടോർ വ്ലോഗിങ് ടൈപ്പ് കണ്ടന്റ്സ് ഒക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. സോ അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണും. സോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഓക്കെ, വൈബ്രേഷൻ അല്ല, ആ ഒരു റോഡിൻ്റെതാണ്. ഇപ്പം വണ്ടി കൂളായി കേട്ടാ. അതൊക്കെ അത്ര ഉള്ളു. നമുക്കിനി വണ്ടി കുറച്ച് നേരമൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പോകാം. Okay, let's go.
Okay guys, let's go. നോക്കാം ടോപ്പ് സ്പീഡ്. സിക്സ് ഗിയർ, 6 ഗിയേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. നമുക്ക് ഇവിടുന്ന് ഇനിയും എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് സിറ്റി റൈഡ് ഒന്ന് എൻജോയ് ചെയ്യണം. സോ നമുക്ക് നേരെ പോകണോ അതോ ചരിച്ചു പോകണോ എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോകണം, ഇതിലെ കയറി പോകണം. നമുക്ക് സിറ്റിയിലെ കാര്യങ്ങളൊക്കെ നോക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പോൾ നേരെ വേണ്ട, നമുക്ക് ചരിഞ്ഞു പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ചരിഞ്ഞെന്നല്ല, നമുക്കൊന്ന് ലെഫ്റ്റിലേക്ക് പോവാം. ലെഫ്റ്റ് അത് 1 വേ ആണ്. സോ നമുക്ക് അതിലേ പോവാം. അതിലേ പോയിട്ട് നമുക്ക് തിരുവല്ല ടൗണിൽ ഇറങ്ങി നമുക്ക് തിരിച്ചു വരാം. തിരുവല്ല ടൗണിൽ ഇറങ്ങി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അതിലേ കയറി കുറച്ച് കറങ്ങുകയാണ്. ആക്ച്വലി നല്ലൊരു കുഴിയായിരുന്നു. ഒന്ന് വണ്ടി എൻജോയ് ചെയ്യുന്നത് നിങ്ങളതൊന്ന് എക്സ്പീരിയൻസ് പറയണം. നമ്മൾ കുറച്ച് കറങ്ങുകയാണ്. വണ്ടിയുണ്ട്, പെട്രോൾ ഉണ്ട്, സോ നോ പ്രോബ്ലംസ്. ഓക്കെ, നമ്മളൊരു ഹിമാലയന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മോശമൊക്കെയാണ് വീഡിയോ, എന്നാലും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ അതും കൂടെ പോയി കാണുക. ഓക്കെ, അത് യൂട്യൂബിൽ ഉണ്ടാവും ആ വീഡിയോ. നമുക്ക് ഇവിടുന്ന് ഇനിയും ഇവിടുന്ന് നമുക്ക് എങ്ങോട്ട് പോകാം? ഇവിടുന്ന് തിരിച്ചു പോവാം, അത് നല്ലൊരു ഐഡിയ അല്ലേ? ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് പോകാം. നമുക്ക് വേറൊരു വഴി പിടിച്ച് നമുക്ക് നേരെ തിരുവല്ലയ്ക്ക് എത്തുന്ന രീതി സെറ്റപ്പ് ആക്കാം. ഇപ്പം ആലോചിച്ചു, അങ്ങനെ ഒരു വഴിയുണ്ടല്ലോ. നമുക്ക് ആ വഴി പോയി നമുക്ക് കുറച്ച് നേരം ഓടിക്കുകയും ചെയ്യാമല്ലോ. സുഖേശ് ഒരു സിറ്റി റൈഡ്, കാരണം അപ്പം രാത്രി ആണ്ടാന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മീറ്റർ ഒരു ബ്ലാക്ക് കളർ, മുമ്പ് വൈറ്റ് ആയിരുന്നു, ഇപ്പൊ ബ്ലാക്ക് ആയിട്ടുണ്ട്. പുളിമൂട്ടില ഈ വഴി അല്ലെന്ന് തോന്നുന്നല്ലോ മോനെ. വഴി തെറ്റി എന്നാ തോന്നുന്ന സക്കീർ വഴി. ഗൈസ്, വഴി തെറ്റി. ബൈക്കുകാരന്റെ ശബ്ദമാണോ കേട്ടത്? നമുക്ക് വഴി തെറ്റിന്ന് തോന്നുന്നു. ഇനി വഴി തെറ്റിയെങ്കിൽ നമുക്ക് തിരിച്ചൊരു ഉദ്ദേശ വഴി അല്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് നോക്കാം. എനിക്ക് തോന്നുന്ന കേസ് ഞാൻ ഉദ്ദേശിച്ച വഴിയല്ലത്, ഇത് വേറെ വഴിയാണ്. നോക്കാം. നോക്കട്ടെ, ഉദ്ദേശിച്ച വഴി തന്നെയാണോ നോക്കട്ടെ. ഗൈസ്, നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ എത്തി. അത് നല്ല കാര്യം. എന്തായാലും നമുക്ക് പോവാം. പോകേണ്ട വഴി ഇത് തന്നെയാണ്. ചെറുതായിട്ടൊന്ന് കറങ്ങേണ്ട വന്നു എന്നുള്ളതേ ഉള്ളൂ. ഉദ്ദേശിച്ച വഴി ഇത് തന്നെ. നമ്മൾ നോർമൽ വഴിയിലേക്ക് എത്തിയിരിക്കുന്നു. ഓക്കെ, ഈ വഴിയോട് എത്തുന്നത് ഓൾമോസ്റ്റ് തിരുവല്ലക്കാർക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ തിരിച്ച് ജോസീസിന്റെ അതിലെ കയറി റെയിൽവേ സ്റ്റേഷൻ ആ വഴി പിടിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ് നമ്മുടെ പരിപാടി. സോ എനിവേസ്, നമ്മൾ റൈഡ് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിവേസ്, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, കൊള്ളാം. നല്ലൊരു കംഫർട്ട് ഫീലൊക്കെ ഉണ്ട്. ഹൈ സ്പീഡ് അന്ന് മുമ്പ് പോയപ്പം ഞാൻ പറഞ്ഞു, ഹൈ സ്പീഡ് വന്നതിന് മിറർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. അത് സംഭവിച്ചു.
ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാണ്. ഇൻഡിക്കേറ്റർ കിടന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി നമ്മളിപ്പോൾ 2K ഷൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് 4K ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പറയാം 4K ഷൂട്ട് ചെയ്യാം. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും 2K 1080p മാക്സിമം ഒക്കെയാണ് സോ നമുക്ക് 2K ഷൂട്ട് ചെയ്യാം. 4K വീഡിയോ വേണ്ടവർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് 4K ഷൂട്ട് ചെയ്യാം. ഇവിടെ നീ അകത്തേക്ക് പോകാം. നമുക്ക് അകത്തോട്ട് കേട്ടൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. സാറേ പറയാം, അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ. ചേട്ടാ കയറ്, ചേട്ടത്തോട്ട് കയറ്. അകത്തേക്ക് കയറി ഈ വണ്ടിയും കൂടെ ഒന്ന് ഓവർടേക്ക് ചെയ്തിട്ട് ഒരു കാര്യം പറയാം. അത് ചെറുതായിട്ട് ചീറ്റിപ്പോയി, എന്ത് പറ്റിയ. ഓക്കെ, നമുക്ക് പറയാം. പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാര്യം കട്ടി തുടങ്ങി. പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നല്ലോ വീഡിയോ ഒന്ന് ചീറ്റിപ്പോയി എന്ന്. അപ്പം എനിക്ക് അതിനൊരാളോട് പ്രത്യേക താങ്ക്സ് പറയാനുണ്ട്. നമ്മുടെ റോയൽ എൻഫീൽഡ് തിരുവല്ലയിലെ റിജോ ബ്രോയോടാണ്. കാരണം ഒന്നും കൂടെ എനിക്ക് വണ്ടി തന്ന് ഹെൽപ്പ് ചെയ്തത് റിജോ ബ്രോയാണ്. ഞാൻ പറഞ്ഞ ബ്രോ ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ കുറച്ച് പോയി, മീൻസ് മോശമായിരുന്നു, എനിക്ക് വണ്ടി ഒന്നുകൂടെ തരാമെന്ന് വെച്ചപ്പോൾ പുള്ളി ഒരു മടിയും കൂടാതെ പറഞ്ഞു ആടെ ഷോറൂമിൽ ചെന്നാൽ മതി, പറഞ്ഞാൽ മതി എന്ന്. സോ എനിവേസ് താങ്ക് യു റിജോ ബ്രോ ആൻഡ് സെന്റ് മേരീസ് റോയൽ എൻഫീൽഡ് തിരുവല്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വണ്ടിയുടെയൊക്കെ റോയൽ എൻഫീൽഡ് വണ്ടിയൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും വിളിക്കുക. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സോ കോണ്ടാക്ട് സെന്റ് മേരീസ് റോയൽ എൻഫീൽഡ്. ഫോർത്ത് ഗിയർ നമുക്ക് ശേഷം നമുക്ക് ഫിഫ്ത്ത് ഗിയർ ഇട്ട് നോക്കാം. നോക്കിങ് വരുന്നുണ്ടോ നോക്കാം. ഫോർത്ത് ഗിയർ നമുക്ക് ഫിഫ്ത്ത് ഗിയറിലിട്ട് 40 ആണ് പോകുന്നത്. ഇല്ല നോക്കിങ് അങ്ങനെയൊന്നും ഇല്ല, നോക്കിങ് പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. ഗിയറിന്റെ ആണെങ്കിലും ആ ക്ലച്ചിന്റെ ആണെങ്കിലും ഫീലെല്ലാം നല്ലൊരു ഫീൽ തന്നെയാണ്. രസമുണ്ട്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഇഷ്ടമില്ലായിരുന്നു, വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കറങ്ങി പോകുന്നത്. ഓ ഗൈസ്, എല്ലാരും നോക്കുന്നു നമ്മളെ, എന്താണ് ഇങ്ങനെ. ഗൈസ് ഒരു പോളീസാണ്, ഒരു ഹൈലക്സ് ആണ് തോന്നുന്നത്. ഹൈലക്സ് ആണ് തോന്നുന്നത് ഗൈസ്. ഡ്രസ്സുണ്ട് കാണാനായിട്ട്. ലൈറ്റ്സ് നിങ്ങളെ എക്സോസ്റ്റ് ചെയ്യിപ്പിച്ചില്ലല്ലേ, സോറി, ഞാനത് മറന്നു. നമുക്ക് ഇവിടെ സൈഡിൽ നിർത്തിയിട്ട് ഞാൻ എക്സോസ്റ്റ് ചെയ്യിപ്പിച്ചു തരാം. എക്സോസ്റ്റിങ് ചെയ്യിപ്പിച്ചു തരാം. പിന്നെ ജസ്റ്റ് 4 ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് കാണിച്ചിട്ട് തുറന്ന് കാണിച്ചിട്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാം. അല്ല വേണം, നമുക്ക് അതായത് തിരുവല്ല ടൗണിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. എക്സോസ്റ്റും 4 ഇൻഡിക്കേറ്ററും നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ കോർണർ ചെയ്തിങ്ങനെ ഓക്കെ ഡ്രസ് ഉണ്ട് കോർണർ ചെയ്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട്. ആക്ച്വലി എനിക്ക് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. കാരണം എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു, തൊണ്ടവേനൊക്കെ ഉണ്ടായിരുന്നു. സോ പിന്നെ വിചാരിച്ചു നാളെ ക്രിസ്മസ് ഒക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടണ്ടേ എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ വന്ന് എടുത്തേക്കാണെന്ന് തോന്നി. ബ്രേക്കിംഗ് റെസ്പോൺസ് ഈസ് ഓക്കെ, കുഴപ്പമില്ല. അങ്ങോട്ടാണ് ഇൻഡിക്കേറ്റർ ഇട്ടേക്കാം. നമുക്ക് ആ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേസ് അവിടെ നമുക്ക് അവിടെ കയറ്റി നിർത്തിയിട്ട് എക്സോസ്റ്റും ജസ്റ്റ് 4 ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഹീറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്, എനിക്കൊരു പ്രശ്നവും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ. പക്ഷെ എനിക്ക് ഹിമാലയൻ ഓടിച്ചപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ഹീറ്റ് ഫീൽ ഉണ്ടായിരുന്നു. ഹീറ്റ് അടിച്ച് നല്ല രീതിയിൽ എനിക്ക് കാലിലേക്ക് ഹീറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ന്യൂട്രൽ വീഴുന്നുണ്ട് വണ്ടി, നല്ല പ്രശ്നം മാത്രമേ ഉള്ളൂ. കയറ്റി നിർത്തിയിട്ട് നമുക്ക് എക്സോസ്റ്റിംഗ് കേൾപ്പിച്ച് നമുക്കൊന്ന് കാണിക്കാം. ഇതെന്തായാലും വണ്ടി ഓടിച്ചിടത്തോളം എനിക്ക് ഓക്കെ ആണ്.
നല്ലൊരു പവർ, നല്ല പവറാണ്. സീരിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി പവർ ഉണ്ട് വണ്ടിക്ക്, നല്ല രീതിക്ക് പവർ ഉണ്ട്, ഒന്നും പറയാനില്ല. പൊളി വണ്ടിയാണ്. നമുക്ക് അവിടെ കയറ്റണോ ഇവിടെ കയറ്റണം? ഇവിടെ കയറ്റാം. ഇവിടെ ആൾക്കാര് അതാണ്, എന്തോ പാർട്ടി പരിപാടിയാണ്, എന്തൊക്കെയോ പരിപാടികളാണ്. ഇങ്ങോട്ട് കയറ്റാം. എന്തൊക്കെയോ പ്രസംഗമാണ്, അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നത്ര മാറ്റിക്കൊണ്ട് നിർത്താം. ഓക്കെ, സാൻഡ് സൈഡിലുണ്ട്, ഓഫ് ചെയ്തേക്കാം. ഓക്കെ, ജസ്റ്റ് 4 ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് 4 ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് കഴിയുമ്പോഴുള്ളൊരു വ്യൂ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? പൊളിയല്ലേ? ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കാം. ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ. ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പക്ഷേ അത് നല്ലൊരു വ്യൂ അല്ല. നമുക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കാം, തമ്മിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഫോട്ടോസ്. നോക്കാം. ഓക്കെ, let's have some fun with the Gonna be the stick. നമുക്ക് ബാക്കിൽ നിന്ന് എടുത്തേക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് എക്സോസ്റ്റിംഗ് കേൾപ്പിക്കാം. എക്സോസ്റ്റിംഗ് കേൾപ്പിച്ചിട്ട് നമുക്ക് ലെറ്റ്സ് ഗോ. അത് 1x ഇടാം. ബാക്കോട്ട് ഇറങ്ങി. ഓക്കെ ഗൈസ്, ഫോട്ടോസ് കിട്ടി. ഇനി ഞാൻ എക്സോസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. വണ്ടി ന്യൂട്രലാണെന്ന് പ്രതീക്ഷിക്കുന്നു. 4 ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ചെയ്തു. ഓക്കെ, ഞാൻ അടുത്ത് വെക്കാം. സോ ഇതാണ് എക്സോസ്റ്റ് നോട്ട്. ഓക്കെ ഗൈസ്, സീറ്റിംഗ് കംഫർട്ട് ഈസ് വെരി ഗുഡ്, നോട്ട് എ പ്രോബ്ലം. സോ ഗൈസ്, ലെറ്റ്സ് മൂവ്. ഓക്കെ, ഇനിയും എത്രയും പെട്ടെന്ന് പോകണം, കാരണം എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചതാണ്, പിന്നെയാണ് വിചാരിച്ചത് നാളെ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു വീഡിയോ ഇടണ്ടേ എന്നൊക്കെ വിചാരിച്ച് പോയി വണ്ടി എടുത്തു, വീഡിയോ എടുക്കുന്നു. പരിഗണിക്കുമ്പോൾ എനിക്ക് ഇന്ന് ഈ ശ്രദ്ധയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ ശക്തമായ ഭാഷയിൽ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഓക്കെ, let's go to the left side. സ്ലിപ്പറി ആണെന്ന് തോന്നുന്നു. ഇല്ല, കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ വണ്ടി കൊടുത്തിട്ട് നമുക്ക് പോവാം. വണ്ടി ഓക്കെ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെന്റ് മേരീസ് മോട്ടോഴ്സ് തിരുവല്ല കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. പിന്നെ ഇതിന്റെ വേരിയൻസും പ്രൈസും കൂടെ ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചേക്കാം, കാരണം എനിക്ക് അതിന്റെ കൂടുതൽ അതിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഞാനത് ചോദിച്ച് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇൻ കേസ് അവർക്ക് വീഡിയോയിൽ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു കംഫർട്ട് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി ഇവരും പോയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ സിഗ്നൽ. സോ അതിൽ വെയിറ്റ് ചെയ്യാം. പറയില്ല, അത് കഴിഞ്ഞ് ഇനിയാണ് നമ്മുടെ സിഗ്നൽ. നമുക്ക് ടൈം ഉണ്ട്, അപ്പോൾ ന്യൂട്രൽ ഇട്ടേക്കാം, വെറുതെ എന്തിനാ. സോ ഗൈസ്, എനിക്ക് പറയാനുള്ളത്, നമുക്ക് പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ സ്ക്രീനിൽ ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം. അവർക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അവിടെ റെഡ് ആകുമ്പോഴത്തേനും നമുക്ക് ഫസ്റ്റ് ഇടാം. ഫസ്റ്റ് ഇട്ടേക്കാം. ഓ, ബ്ലോക്ക്.
പച്ചയാണ് മക്കളെ, പെട്ടെന്ന് മക്കളെ. സോ ഗൈസ്, നമ്മുടെ ഗോറില്ല 450 വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ഓടിക്കാൻ നല്ല രസമുണ്ട് ഓടിക്കാനും. പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ഗിയറിട്ട് കയറി അങ്ങ് പോകാനും പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട്. ഓക്കെ, ഒരു റേറ്റിംഗ് 10ൽ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 9.5ന്റെ ആവശ്യമില്ല, 10 തന്നെ കൊടുക്കാം. കാരണം നല്ല രസമുണ്ട്. ഡ്രോബാക്സ് എന്ന രീതിയിൽ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. 10 സിഗ്നലാണ് മക്കളെ. ഗ്രീൻ സിഗ്നലാണ് ഗോയ്സ്. പെട്ടെന്ന്. So guys, that's all. Guys, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ വെച്ചേക്കാം. അയ്യോ, നല്ല വെള്ളത്തിരുന്നോട്ടെ. വയ്യ, വണ്ടി ഇവിടെ തന്നെ വെച്ചേക്കാം. ഫ്രണ്ടിൽ നിന്ന് എടുത്ത് എന്തായാലും ഫ്രണ്ടിൽ ഇനി വെക്കാൻ പറ്റത്തില്ല. ഇനി തിരിച്ചു കയറി പോകുന്നേ അത് വലിയ ടാസ്ക് ആവും. ഓക്കെ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. സ്റ്റാൻഡ് ഇടുമ്പോൾ വണ്ടി ഓഫ് ആവും. ന്യൂട്രൽ ഇടുന്നു, വണ്ടി നമ്മൾ ഓഫ് ചെയ്യുന്നു. ഇൻഡിക്കേറ്റർ ആൻഡ് ഓഫ്. ലൈറ്റ്സ് ഓക്കെ. നൈറ്റ് ആകുമ്പോൾ ലൈറ്റ് തന്നെ വേണം. ഓക്കെ, എനിവേസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വണ്ടിയുടെ റിവ്യൂ. പൊളിയാനം, ഒന്നും പറയാനില്ല. എടുക്കാൻ വണ്ടി എടുക്കുക, സെന്റ് മേരീസ് മോട്ടോഴ്സ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കീ കൊടുക്കാം. വണ്ടി ഓക്കെയാണ്. ഓവറോൾ എല്ലാം ഇഷ്ടപ്പെട്ടു. ദിസ് ഈസ് ദ ഷോറൂം. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാനായിട്ട് ഇനി പറയേണ്ട ആവശ്യമില്ല. സോ ജസ്റ്റ് നമുക്കിത് കൊടുത്തിട്ട് പ്രൈസിൻ്റെ കാര്യം കൂടെ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഇട്ടേക്കാം. സോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിപ്പം റോഡ് ടു 300 സബ് അടിപ്പിച്ചെങ്ങാണ്ടാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക, നമുക്ക് അടുത്ത വീഡിയോയിൽ സോൾവ് ചെയ്യാം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഒരു താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു.